Hi, myself Dr. Krishnachandran. എൻ്റെ ഒരു 7th സ്റ്റേജ് അലോപേഷ്യയിലാണ് ഞാൻ ഹെയറോക്രാഫ്റ്റിലോട്ട് കൺസൾട്ടേഷൻ വരുന്നത്. ദാറ്റ് ഈസ് ഓൾ ത്രൂ മൈ ഫ്രണ്ട്സ് റെഫറൻസ്. And after that, when I consulted here, consultants over here explained everything about my procedures about the hair transplantation. എത്ര ഫോളിക്കിൾസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും, എങ്ങനെയാണ് പ്രൊസീജിയർ, അതിനുശേഷം ഞാൻ ചെയ്യേണ്ട പ്രിക്കോഷൻസ് എന്താണ്, പ്രൊസീജിയറിന് മുന്നേയുള്ള കാര്യങ്ങൾ എന്താണ്, എല്ലാം വെൽ എക്സ്പ്ലെയിൻഡ്. ആൻഡ് ലേറ്റർ ദെൻ ഐ ഹാവ് ഡൺ മൈ പ്രൊസീജിയർ ഓൺ August 27. പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം വെൽ എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം ഹെയർ ലൈൻസ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഒരു 2 days സിറ്റിങ്സിലാണ് എനിക്ക് ഒരു 3500 ഗ്രാഫ്റ്റ് ഇംപ്ലാന്റ് ചെയ്തത്. ആ ഇംപ്ലാന്റേഷൻ പ്രൊസീജിയറും എല്ലാം വളരെ സ്മൂത്തായിരുന്നു. ആൻഡ് നഴ്സിംഗ് കെയർ സ്റ്റാഫ് ഓവർ ഹിയർ they treated me very well, and the hospitality over here is very highly commendable. And after that procedure കഴിഞ്ഞതിന് ശേഷം regular 1 month follow up ൽ എനിക്ക് PRP നടത്തണമായിരുന്നു. ആ PRP ഓരോ സെഷൻസിലും 2 days before, I always got a call from the haircraft department suggesting that it's just reminding about my PRP sessions. So overall follow up എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ കറക്റ്റ് ഇൻഫർമേഷൻസ് ഹെയർക്രാഫ്റ്റ് ക്ലിനിക്കിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. സോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് ഇതെൻ്റെ 8th month ആണ്. ഈ 8th month തന്നെ എനിക്ക് വളരെയധികം റിസൾട്ട് ചേഞ്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാവുന്നതാണ്. എൻ്റെ അലോപേഷ്യയുടെ 7th സ്റ്റേജിലാണ് ഞാൻ ഇവിടെ കൺസൾട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വിത്തിൻ 8 months എനിക്ക് ഇത്രയും വലിയൊരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഹെയറോക്രാഫ്റ്റിൻ്റെ വിജയം തന്നെയാണ്. ആൻഡ് ഐ എക്സ്ട്രീംലി കൺഗ്രാറ്റുലേറ്റ് ഈച്ച് ആൻഡ് എവറി സ്റ്റാഫ് ഓഫ് ഹെയറോക്രാഫ്റ്റ്. ഐ എം വെരി ഹാപ്പി വിത്ത് ദ ഹെയറോക്രാഫ്റ്റ് overall procedure. So hence I am suggesting you, if you are feeling any discomfort with your hair falls or hair challenges, please consult a haircraft. This is my suggestion and this is my reference.